പുത്ര അഭിമന്യു, നിനക്ക് ഛേദിക്കുവാൻ സാധിക്കുന്ന മറ്റു 2 ശിരസ്സുകൾ കൂടിയുണ്ട്. നിന്റെ മാതുലൻ കൃഷ്ണന്റെയും മറ്റൊരു മാതുലൻ ബലരാമന്റെയും. എന്തെന്നാൽ നിന്റെ മാതുലൻ ഞങ്ങളുടെ പക്ഷത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവരുടെ ശിരസ് ഛേദിക്കുവാൻ നിനക്കാകുന്നു. ഒരിക്കൽ മാത്രം വിഷം നിറച്ച പാത്രമായാൽ പോലും അത് തച്ച് തകർക്കേണ്ടത് അനിവാര്യമാണ് ജ്യേഷ്ഠപിതാവ്. ശിരസ് തകർന്നില്ലല്ലോ. അതിനു കാരണം നമ്മുടെ ഇരുമാതുലന്മാരുടെയും ശിരസിൽ അധർമ്മത്തെ പിന്തുണയ്ക്കുക എന്ന ചിന്ത ഒരിക്കലും ഉടലെടുക്കുകയില്ല ജ്യേഷ്ഠപിതാവേ.